മാതാപിതാക്കൾ അകന്നു കഴിയുന്നതിൽ മനം നൊന്ത് ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച ശേഷം +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പത്തനാപുരം പിറവന്തൂർ ചേകം മഞ്ജു വിലാസത്തിൽ ആർട്ടിസ്റ്റ് മനോജ് അഞ്ജു ദമ്പതികളുടെ മകൾ 18 വയസ്സുകാരി നിസിമോളാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. പിതാവ് മനോജും മാതാവ് അഞ്ജുവും അകന്നു കഴിയുകയാണ്. മനോജിന്റെ മാതാപിതാക്കളായ തങ്കപ്പൻ, തങ്കമ്മ എന്നിവർക്കൊപ്പം ചേകത്തെ വീട്ടിലാണ് നിസിമോൾ താമസിച്ചു വന്നത്. മാതാപിതാക്കൾ അകന്നു കഴിയുന്നതിലും ഒറ്റപ്പെടലിന്റെ ദുഃഖവും അറിയിച്ച് 4 പേജിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് നിസിമോൾ മരണപ്പെട്ടത്. രാവിലെ 11 മണിയോടെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. സംഭവ സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. രാവിലെ 11 മണിയോടെയാണ് വീട്ടുകാർ കാണുന്നത്. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. +2 കൊമേഴ്സിൽ പഠിക്കുക. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ്. ക്ലാസ്സിലൊക്കെ വളരെ സൈലന്റാണ്. കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ലീഡറായിരുന്നു. എന്തെങ്കിലും ദുഃഖങ്ങളൊക്കെ പറഞ്ഞിരുന്നു? ദുഃഖങ്ങളൊക്കെ പറയുമായിരുന്നു. ക്ലാസ് ടീച്ചറുടെ അടുത്തും കഴിഞ്ഞ ദിവസം അമ്മയും അച്ഛനോടുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ക്ലാസ് ടീച്ചർ അമ്മയെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ അമ്മ ഫോൺ എടുത്തില്ല. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ദിവസം വൈകിട്ട് ഈ കുട്ടി ക്ലാസ് ടീച്ചറുടെ അടുത്ത് തിരികെ സങ്കടപ്പെട്ട് സംസാരിച്ചിരുന്നു. ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല. അമ്മ അടുത്തുനിന്ന് സംസാരിക്കാനുള്ള അവസരം പോലും അമ്മ കൊടുത്തില്ല എന്നാണ് കുട്ടി ടീച്ചറോട് പറഞ്ഞത്. നിങ്ങൾക്ക് സമാധാനിപ്പിച്ചിരുന്നില്ലേ? ഞങ്ങളെപ്പോഴും അവിടെ വന്നിടം മുതലേ ഞങ്ങളിങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നാഷണൽ സർവീസ് സ്കീമിലൂടെയുള്ള കുട്ടിയാണ്, വോളണ്ടിയറാണ്. ഞാനതിൻ്റെ പ്രോഗ്രാം ഓഫീസർ ആയതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയായിരുന്നു. ഒത്തിരി കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഇവർ തമ്മിലുള്ള ഒരു വിഷയം കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അച്ഛനും വേണം അമ്മയും വേണം എന്നുള്ള ഒരു സ്റ്റാൻഡായിരുന്നു കുട്ടിയുടേത്. അതിനുള്ള അവസരം ഒരുമിച്ച് പോകണമെന്നുള്ള ആഗ്രഹക്കാരിയായിരുന്നു കുട്ടി. അതാണ് അതിനുള്ളൊരു പ്രചോദനമായിട്ടെന്നാണ് ഞങ്ങൾ ഊഹിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് അറിവില്ല. മറ്റു വിഷയങ്ങളൊന്നും ഇല്ല. നമ്മൾ പിന്നെ ആത്മഹത്യക്കുറിപ്പ് കണ്ടതാണ്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സ്കൂളിൽ നമ്മൾ അറിയുന്ന മറ്റു പ്രശ്നങ്ങളൊന്നും കുട്ടിക്ക് ഇല്ല. അപ്പം വ്യാഴാഴ്ച ദിവസം, ഇന്നലെ വെള്ളിയാഴ്ച ദിവസം സ്കൂള് അവധിയെ വന്നത് ഒരു ആ കുട്ടിക്ക് ടീച്ചറുമായിട്ടോ ഞങ്ങളുമായിട്ടോ കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. ടീച്ചറെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. സംഭവിക്കുന്നില്ല. കുട്ടിക്ക് ടീച്ചർക്ക് ഏറെ ദുഃഖത്തിലല്ലേ? അയ്യോ, ടീച്ചർ ഞാൻ വിവരം വിളിച്ച് പറയുമ്പോൾ ടീച്ചറും ഹസ്ബൻഡോട് തിരുവനന്തപുരത്ത് ഒരു ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പോയേക്കായിരുന്നു. ആ ടീച്ചർ അവിടെ വല്ലാതെ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുകയാണ്. ടീച്ചർ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. എന്തായാലും ഏറെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത് ഇതുപോലുള്ള മാതാപിതാക്കളൊക്കെ അകന്നു കഴിയുന്നവരോട്? അല്ല, ഇങ്ങനെയുള്ള ഒത്തിരി കുട്ടികൾ നമ്മുടെ സ്കൂളിലും സമൂഹത്തിലുണ്ട്. പല സ്ഥലങ്ങളും ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും ചിലപ്പോൾ ആരോടും പറയുന്നില്ല. പല കുട്ടികളും പറയത്തില്ല. അവരുടെ ബുദ്ധിമുട്ടുകൾ ഉള്ളിൽ ശ്രമിച്ചാൽ ചിലർ കേൾക്കാനും തയ്യാറാവത്തില്ല. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അച്ഛനും അമ്മയും തമ്മിൽ അവരുടെ സന്തോഷം. അവർക്ക് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്നത് ഇവർ തമ്മിലുള്ള ഈ പൊരുത്തക്കേടുകൾ കുട്ടികൾക്ക് വളരെ ചെറിയ. ഇങ്ങനെ അകന്നു കഴിയുന്ന രക്ഷിതാക്കളോട് പറയാനുള്ളത് എന്താണ് സാറിന്? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് വേദന ഉണ്ടാക്കുന്നതൊന്നും രക്ഷിതാക്കളെ ചെയ്യാം. അങ്ങനെയുള്ള കുട്ടികളെ അവർ പറഞ്ഞാൽ അനുസരിക്കും. അപ്പം പലപ്പോഴും അമ്മ ഉപേക്ഷിച്ച് പോയ കുട്ടി, അച്ഛനെ ഉപേക്ഷിച്ച് പോയ കുട്ടി ഒക്കെ സ്കൂളിലുണ്ടാകും. അവരെയൊക്കെ നമ്മളൊന്ന് അവരുടെയൊക്കെ ക്ലാസ്സിലുള്ളവർ പെർഫോമൻസൊക്കെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും അവരുടെ ആ പഠനത്തിനകത്തുള്ള ഒരു താല്പര്യം പോലും കുട്ടികൾക്ക് ഇല്ലാതാകുന്നത് ഇവരുടെ തമ്മിലുള്ള രക്ഷകർത്താക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് അത് മോശമായിട്ട് ബാധിക്കുന്നുമുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കുട്ടിയാണ് അവരുടെ നാളെ അവർക്കുള്ള മുതൽക്കൂട്ട് കുട്ടിയാണ്, അവരുടെ ഭാവിയാണ് നോക്കേണ്ടത്. അവര് നല്ല രീതിയിൽ എത്തിയാൽ മാത്രമേ വാർദ്ധക്യമൊക്കെ എത്തുമ്പോൾ ഇവർക്കും മതിയായ സംരക്ഷണമൊക്കെ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടും. കുട്ടിയെ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തുന്ന രക്ഷകർത്താക്കളെ കുട്ടിക്ക് അവരോട് സ്നേഹം കുറയത്തേ ഉള്ളൂ, കൂടത്തില്ല. അതുകൊണ്ട് രക്ഷകർത്താക്കളെ കുട്ടികളുടെ ഭാവി ഓർത്ത് നല്ല ഒരു പല വീടുകളിലുള്ള രക്ഷകർത്താക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മദ്യപാനം, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് പത്തനാപുരം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. മദ്രാസിലുള്ള പിതാവ് മനോജ് എത്തിയ ശേഷം സംസ്കാരം നടത്തും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.